ரொம்ப க்ளோஸா? உட்காருங்க. சொல்லு தம்பி, லவ்வா? സാർ ചോദിച്ചത് കേട്ടില്ലേ? ഗായത്രി കുട്ടിയെ നിനക്ക് ഇഷ്ടമെന്ന് പറയട ഉണ്ണി. அப்படி சொல்லு. கேரளத்துல இருந்து இவ்வளவு தூரம் விஷயம் இல்லாம ஒருத்த வரமாட்டான்னு எனக்கு தெரியும். நீ உட்காரு, நான் போய் காயத்ரி விളിക്കാം. உட்காரு உட்காரு தம்பி, உட்காரு. നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് നിന്നെ വലിയ ഇഷ്ടമായെന്നാ തോന്നണത്. നീ എന്തിനാ ഇപ്പൊ അങ്ങേരോട് ഞാനും ഗായത്രിയും തമ്മിൽ ലവ് ആന്നൊക്കെ പറഞ്ഞേ? എന്താ നിനക്ക് ലവ് ഇല്ലേ? ഇല്ലെങ്കിൽ നിനക്ക് ലവ് ഇല്ലെന്ന് പറയാ. അതല്ല, ലവ് ഉണ്ട്, പക്ഷെ ഇത്ര ദിടീന്ന് പറയണ്ടായിരുന്നു. ഞാൻ ദിടീന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ദിടീന്ന് ഗായത്രിയെ വിളിക്കാൻ വേണ്ടി പോയത്. എന്നായാലും ഇത് അങ്ങനെ അറിയണ്ടല്ലോ. എന്റെ അമ്മോ, ഉടനെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ നിന്നെ പെണ്ണ് കാണാൻ വന്നവരായിരിക്കട്ടെ. സ്മാർട്ടായിട്ട് വെറുതെ ഇരി. എന്താ എന്താ சார் சும்மா வந்து கலாட்ட பண்றாங்க சார். ஒண்ணும் இல்ல சாமி, நான் இப்படியா டீசெண்டா வாக் பண்ணிட்டு இருக்கும் போது இவ வந்து என்ன பார்த்து வழி மாறா ഞൊണ്ടിന്ന് കൂപ്പിട്ടിருக்காப்ல. എടോ പാണ്ടി, തന്നെ ഞൊണ്ടി എന്നല്ലാതെ പിന്നെ എന്തെന്ന് വിളിക്കാനാ? என்னடா சொன்னே? എന്റെ അപ്പൻ ചത്തുനിന്ന്. நீ எனக்கு பணம் தர வேண்டி வா, உனக்கு வாய்ஸ் கிடையாது. അല്ല മുതലാളിയുടെ വെള്ളമടിച്ച് വീണത്. மினிஸ்டர் சந்தான வீட்டு கல்யாணத்துக்கு ஃபர்னிச்சர் கொண்டு வந்திருக்கேன். டைம் ஆகுது, சீக்கிரம் கொஞ்சம் வழி விடுங்க. മിനിസ്റ്റർ വീട്ടുക്കാ? ஆமா சார். என்ன മിനിസ്റ്റർ വീട്ടുക്ക് ഫർണിച്ചർ உள்ள எடுத்து போடு. ஆமா, இந்த மூஞ்சியை நான் எங்கேயோ பார்த்திருக்கேன். இல்ல சார், நாங்க பிறந்ததுக்கு அப்புறம் இப்பதான் முதல்ல வெளியே வர்றேன். எங்கேயோ கேட்ட குரல். அது ரஜினிகாந்த் படம் சார். സാർ ഫർണിച്ചർ ഉള്ളിൽ പോകണം. சரி சரி, ஃபர்னிச்சர் எல்லாம் உள்ள போட்டு சீக்கிரமா திருப்பி வெளியே போ. போ போ. பாத்து பாத்து. என்னம்மா இதெல்லாம்? மாப்பிள, என் பொண்ணை கல்யாணம் பண்ண அப்புறம் நீங்க தனி கொடுத்தன போக வேண்டாமா? அதுக்கு தான் இந்த ஏற்பாடெல்லாம். സ്ഥലമെത്തിയാ പണ്ടാരം. നീ എവിടെ പോണു? ഒരു ടീ പോയി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഫ്ലവർ വേണ്ട. വേണ്ട. കാര്യങ്ങളെല്ലാം വളരെ രഹസ്യം. അതെ, കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കണം. നമ്മളെ ആർക്ക് സംശയമൊന്നുമില്ല. അല്ല അണ്ണാ, என்ன ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ലല്ലോ. കൊളമാക്കരുത്. ഞാൻ ഇന്ന വരെ സംഭവം കൊളാക്കിയിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ്. ചവിട്ടി ഞാൻ. നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണം. ഞങ്ങളൊക്കെ ഓരോ വഴിക്കാക്കിയിട്ട് അവസാനം മുതലാളി പെരുവഴിയിലാവരുത്. ആ പേടി എനിക്കുണ്ട്. சார் ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. வேണ്ട பிரி. എന്ന് നമുക്ക് പിരിയാം. പോ, പോ. തലയില്ലാത്ത മനുഷ്യനാവും. എടോ പാണ്ടി, ഇത് പോണ്ടിച്ചേരിയാ. ഡീസന്റ് ആയിരിക്കണം, മനസ്സിലായ? ഗായത്രി யோ என்னையா அது? யார் யாவ? அவ்வளவுதான். പൊറോട്ട അടിക്കുന്നു. ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ? ഇങ്ങനെയാണ് പൊറോട്ട അടിക്കണം. മാറിക്കടാ, മാറിക്കട. என்னங்க இது? സാൾട്ട് സാൾട്ട്. இப்படியா பரோட்டா அடிக்கிறது? ഇതാണ് പൊറോട്ട അടി. ഇനി മുമ്പോട്ടടി കാണണോ? അത് ഞാൻ കാണിച്ചു തരാടാ. ஃபிங்கர் சிப்ஸ் ரெடியா? ഫിംഗർ ചിപ്സാ? ഇപ്പൊ തരാം. എന്താ ഫിംഗർ ചിപ്സ്. ഈശ്വര சார் காப்பாத்துங்க சார். കള്ളു കുടിച്ച് നടക്ക മനുഷ്യന് പണി ഉണ്ടാക്കാൻ. ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം. കൂട്ടാൻ പറ്റിയ നന്നായി. ഇനി ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കും. ഗായത്രി, நீ இப்படியே வந்தோ? ഒന്ന് മാറിയ ഒരു വഴിയാണ്. அறிவு கட்ட முண்டம்,
பார்த்து பண்ணு. മാറേ ഇത് വഴി എന്നേട്ടാ என்ன சம்பந்தம்? டேய் அறிவிட்ட முண்டோ எங்கடா பாத்து போற எடுத்துறியாடா ராஸ்கல் മുതലാളി ഞാൻ മൂസി ഇതിനിടയിൽ പെണ്ണുങ്ങളെ കയറി പിടിക്കണോടാ തെണ്ടി പോടാ ഇവിടെ മുതലാളി അത് കൂട്ടി പറ ഊട്ടിക്ക് ആ അകത്തിന്റെ അപ്പനുണ്ട് അവിടെ ഇരുന്നോ. ഞാൻ വന്ന് വിളിച്ചോളാം. இந்த ഫർണിച്ചർ പാർട്ടി ഉള്ള പോണതാക്കും ഇതുവരെ കാണില്ലേ ഇവന്മാരെ എവിടെ പോയി കിടക്ക് ஏய் இங்க என்ன பண்ணிட்டு இருக்க? ഒന്നുമില്ല സാർ ഞാൻ അപ്പടിയെ വണ്ടി നിന്ന് செக்யூரிட்டி எல்லாம் கீழே இருக்கணும். ശരി സാർ ஓ സെക്യൂരിറ്റി പിന്നെ കീഴിലാണ്ട് മന്ത്രിയുടെ മേലെ ഇരിക്കും നീ എന്തായി കാണിക്കണേ? എടാ എന്റെ ശത്രു എലി ആ എലി അല്ലേ ഇത് പോണ്ടിച്ചേരി എലിയാ. ആര് പറഞ്ഞു ഇത് അവൻ തന്നെയാ എന്നെ ഫോളോ ചെയ്ത് നടക്കുക ഞാൻ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത വിവരം അവൻ അറിഞ്ഞു കാണും നീ കള്ളുപിടിച്ചിട്ടുണ്ടല്ലേ? അല്ല ബ്രാൻഡി ബ്രാൻഡി ഇത് അവൻ തന്നെയാണ് മിണ്ടാതിരുന്നോ. നീ ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി. വിളിക്കണേ മദ്യകുപ്പി അവന്റെ അല്ല അപ്പൊ ഈ വാതിൽ അടക്കണല്ലേ ആരുമില്ലേ ഇവിടെ? അപ്പൊ ഇതിന് വേറെ വാതിലുണ്ടായിരുന്ന? അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഇവിടെ വരും അപ്പൊ അവന്മാരും അങ്ങനെ തന്നെയാ. ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ്. ഈ ഹോം ഒരു ഫാം ആക്കരുത്. ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്നാ ഫർണിച്ചർ പോട്ട് കുടിക്കില്ല ശരി സാർ. വാടാ. എന്റെ കടവുളെ ഇവന്മാര് തീവ്രവാദികളാണ് ഞാൻ തോന്നുന്നത് ഇവന്മാർക്ക് അകത്ത് പോകാൻ പെർമിഷൻ കൊടുത്ത ഞാനാ ഏതാവത് നടന്ന എന്റെ ജോലി പിന്നെയും പോകും ഞാൻ തനിയെ ഇവന്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ് ஏய் என்ன? ഗ്യാസാ கேஸ் எல்லாம் கீழே ஆ. மேல வரக்கூடாது. ഇല്ല സാർ என்னது ப்ளஸ் பண்ணுங்க சார் உன்னை படிக்கிட்ட நிக்க சொன்னா காலுக்கு என்ன பண்ற? போட வெளி. சரி சார் കിടച്ചാച്ചി എനക്ക് പ്രൊമോഷൻ ഉറപ്പ് ആ കിട്ടിപ്പോയി நீங்க எனக்கு கடவுள் மாதிரி இனியும் பிளஸ் பண்ணுங்க சார் போடா. என்னங்க இது? മകനെ 3 തിരുട്ട് മൂഞ്ചിയുള്ളവന്മാര് ഇന്ത പക്കം പോണത് പാത്തിയാ എന്ത പക്കം പോനാൻ ഓഹോ ഇന്ത പോലീസ് തൊപ്പി നീ തലയെ വെച്ചിക്കോന്നാ ഹലോ ഓക്കേ പ്ലസ് பண்ணுங்க சார் போடா. Dismiss him. ഡിസ്മിസിലായോ അപ്പൊ മാനവും പോച്ച് ജോലിയും പോച്ച് എല്ലാം പോച്ച് അയ്യോ പ്ലീസ് സൈഡ് പ്ലീസ് മര്യാദക്ക് പിടിയിട്ടെ പാണ്ടി അലമാരിട്ട് കുലുക്കല്ലേ சார் நாங்க புறப்படுறோம். பொண்ணு எங்க காணோம்? காயத்ரி கூப்பிடு. மாப்பிள்ளை வீட்டுக்காரங்க புறப்படுறாங்க. ஏய் என்னது? வெய் வெய் வெய்
இந்த பழைய அலமாரி பொறுத்து களையா சொல்லியாச்சு. என்னது? இந்த பழைய சாமானத்தை வெளியே போட சொல்லி இருக்குது அந்த அம்மா. எந்த அம்மா? கொச்சம்மா. കുഞ്ഞമ്മ. சின்னம்மா. ஏன் பொண்ணா? ഉണ്ണിപ്പെണ്ണ്. உங்க பொண்ணு. ഉണ്ണിപ്പെണ്ണ്. ആ. உங்க பொண்ணுங்க. ஏன் பொண்ணுதான் சொன்னாலா? ஆமாங்க. அப்ப எடுத்துட்டு போ. காயத்ரி. தா உள்ளே இருக்குது. என்னது? உள்ளே? வீட்டுக்கு உள்ளில் இருக்க. பிடி பிடி பிடி. പുതിയ- அப்ப போட்டோ கிருஷ்ணா ராதா ஸ்டாச்சு மாதிரி. ചുമ്മാ ഇല്ലടാ. എം.ആർ. രാധ എം.എൻ. നമ്പ്യാർ ശില്പം. டேய் விடுடா. ஐயா எம்ஜிஆர் ஜெயலலிதா படுங்க. போதுமா? சாத்திட்டீங்களா? டேய் போடுறா. மேரி எடுத்தோ. நீ ஐ இന്ന് போயடா. തോക്ക് തോക്ക്. ഇല്ല, ഞാൻ തോക്കില്ല. അയ്യോ തോക്ക്. ഈ തോക്ക ആരും അനങ്ങരുത്, കൊല്ലും ഞാൻ. എന്റെ നേരെ ചൂണ്ടാൻ. എന്റെ നേരെ ചൂണ്ടാൻ. ആരും അനങ്ങരുത്, ഒരടി മുന്നോട്ട് വെച്ചാൽ കൊല്ലും ഞാൻ ഇവളെ. அப்பா என்ன இவர் கூட விட்டுடப்பா, இல்லன்னா இவர் என்ன சுட்டுடுவப்பா. കേട്ടാ? മൂവില്ല, അമൃതാഞ്ജനം മതിയാ. അയ്യോ വരരുത്, എന്നെ വെറുതെ ഒരു കൊലപാതകയാക്കരുത്, കൊല്ലും ഞാൻ ഇവളെ.